വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടുന്നു ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടുന്നു ഉയർത്തിയിടും ഞാനെന്റെ കണ്ണുകൾ തുണയാരുളും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 21-ാം വാക്യം. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവജനം പല തെറ്റുകൾ ചെയ്തിട്ടും ദൈവം ഉടനെ അവരെ ശിക്ഷിച്ചില്ല. അതുകൊണ്ട് അവർ ദൈവം തങ്ങളുടെ പ്രവൃത്തികളെ അംഗീകരിക്കുന്നുവെന്ന് കരുതി. എന്നാൽ ദൈവം പറയുന്നത് തൻ്റെ മൗനം ഒരിക്കലും പാപത്തിനുള്ള സമ്മതമല്ല എന്നാണ്. ദൈവത്തിൻ്റെ ക്ഷമ നാം ദുരുപയോഗം ചെയ്യരുത്. പലപ്പോഴും മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടും ഉടനെ ഒരു പ്രത്യാഘാതവും കാണാത്തപ്പോൾ ഇതിൽ പ്രശ്നമില്ല എന്ന് കരുതും. എന്നാൽ ദൈവം കരുണയും ദീർഘക്ഷമയും ഉള്ളവനാണെന്ന് നാം തിരിച്ചറിയണം. അവൻ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. അതിനുവേണ്ടി അവൻ നമുക്ക് സമയം നൽകുന്നു. മനുഷ്യൻ്റെ മുൻപിൽ പല കാര്യങ്ങളും നമുക്ക് മറക്കാം. എന്നാൽ ദൈവത്തിന് മുൻപിൽ ഒന്നും മറവല്ല. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങളും അവൻ്റെ മുൻപിൽ തുറന്ന് കിടക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തികളെ നിൻ്റെ മുമ്പിൽ നിരത്തി കാണിക്കും. അതായത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ട ദിവസം വരും. അതിനാൽ ഇന്ന് തന്നെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങാം. പ്രിയരെ, ഇന്നും ദൈവം തൻ്റെ ജനത്തെ സ്നേഹത്തോടെ മാടി വിളിക്കുന്നു. നമ്മുടെ വഴികൾ പരിശോധിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങാം. ദൈവത്തിൻ്റെ മൗനം നമ്മെ തെറ്റിദ്ധരിപ്പിക്കരുത്. അവൻ്റെ ക്ഷമ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ശുദ്ധ ഹൃദയത്തോടെ ആയിത്തീരുവാൻ ഈ നാളുകൾ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം പരിശോധിച്ച് എന്നെ തിരുത്തേണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.